എല്ലാവർക്കും ടാൻജന്റിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2019 +1 സയൻസ് കൊമേഴ്സ് ബാച്ചുകൾക്ക് മോഡൽ എക്സാമിനും ഇംപ്രൂവ്മെന്റ് എക്സാമിനും ആനുവൽ എക്സാമിനും നൽകിയ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കാദ്യം 2019 സയൻസ് ബാച്ചിന് നൽകിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 4x പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 2x ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x. രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ പാർട്ട് ഇതാണ്: ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് എഫ്. ബി പാർട്ട് ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. അതിൽ എ പാർട്ട് ചെയ്യുമ്പോൾ എ പാർട്ട് അതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനാണ്, എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനാണ് എ പാർട്ട്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 4x പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 2x ഡിവൈഡ് ബൈ കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x. ഇവിടെ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഫംഗ്ഷൻ ഒരു ഫ്രാക്ഷനാണ്. അപ്പം ഈ ഫംഗ്ഷൻ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡൊമൈനിൽ ഉൾപ്പെടുന്ന സംഖ്യകൾ ഒന്നും തന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 സംഖ്യകളായിരിക്കില്ല. അപ്പോൾ അതായത് ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഡിനോമിനേറ്റർ 0 പാടില്ല. അതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ 0 വരുന്ന എക്സിൻ്റെ വാല്യൂസ് ഒഴിച്ച് ബാക്കി എല്ലാ എക്സ് വാല്യൂസും റിയൽ നമ്പേഴ്സിൽ വരുന്ന വാല്യൂസും ഇതിൻ്റെ ഡൊമൈനിൽ ഉൾപ്പെടും. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ റിയൽ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് ഡിനോമിനേറ്റർ 0 പോകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 0 പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x അതാണ് ഡിനോമിനേറ്റർ. അത് നോട്ട് ഈക്വൽ ടു 0 എന്നെടുക്കാം. കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x നോട്ട് ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് കോസ് 4x പ്ലസ് കോസ് 2x നോട്ട് ഈക്വൽ ടു മൈനസ് കോസ് 3x എന്ന് എടുക്കാൻ കഴിയും. കോസ് 4x പ്ലസ് കോസ് 2x നോട്ട് ഈക്വൽ ടു മൈനസ് കോസ് 3x എന്ന് എടുക്കാൻ കഴിയും. ഇനി അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ കോസ് 4x പ്ലസ് കോസ് 2x എന്ന് പറയുന്നത് കോസ് എ പ്ലസ് കോസ് ബി എന്നുള്ള ഫോമിലാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് 2 ഇൻറ്റു കോസ് 4x പ്ലസ് 2x ഡിവൈഡ് ബൈ 2 അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കോസ് 3x എന്ന് കിട്ടും. അത് കണക്ക് തന്നെ കോസ് എ മൈനസ് ബി ബൈ 2 അതാണ് കോസ് 4x മൈനസ് 2x ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നമുക്ക് കോസ് എക്സ് കിട്ടും. അപ്പോൾ 2 കോസ് 3x ഇൻറ്റു കോസ് എക്സ് നോട്ട് ഈക്വൽ ടു മൈനസ് കോസ് 3x എന്ന് നമുക്ക് കിട്ടി. നമുക്ക് വേണമെങ്കിൽ നോട്ട് ഈക്വൽ സൈനിന് അപ്പുറത്തും ഇപ്പുറത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് ഒരു കോസ് 3x കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് 2 കോസ് എക്സ് നോട്ട് ഈക്വൽ ടു -1 എന്ന് നമുക്ക് കിട്ടി. 2 കോസ് എക്സ് നോട്ട് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അതിൽ നിന്ന് കോസ് എക്സ് നോട്ട് ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. ഇനി കോസ് എക്സ് നോട്ട് ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. ഇനി ഈ കോസ് എക്സ് -1/2 ആവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ പോയിൻറ്റുകളൊന്നും തന്നെ ഇതിൻ്റെ ഡൊമൈൻ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി കോസ് എക്സ് -1/2 ആവുന്ന ആദ്യത്തെ 4 ക്വാഡ്രൻറ്റിലുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 2π/3 4π/3 ആണ്. കാരണം കോസ് 2π/3 കോസ് 4π/3 ഈക്വൽ ടു -1/2 ആണ്. അപ്പോൾ അത് നമുക്കതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആണെന്ന് പറയാം. ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓഫ് എക്സ് ഈസ് 2π/3 ഓർ എക്സ് ഈക്വൽ ടു 4π/3. അത് കണക്ക് തന്നെ ഇവിടെ നമ്മൾ കോസ് എക്സ് ഈക്വൽ ടു കോസ് 2π/3 എന്ന് എഴുതാൻ കഴിയും. കോസ് എക്സ് ഈക്വൽ ടു കോസ് 2π/3 എന്ന് എഴുതാൻ കഴിയും. അത് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമിലാണ്. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമിലാണ്. അങ്ങനെ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമിൽ വരികയാണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് വൈ ആണ്. 2nπ പ്ലസ് ഓർ മൈനസ് വൈ ആണ്. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് വൈ ആണ്. അപ്പോൾ 2nπ പ്ലസ് ഓർ മൈനസ് വൈ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം y എന്ന് പറഞ്ഞാൽ 2π/3 ആണ്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് 2π/3 എന്ന് എഴുതാൻ കഴിയും. വെയർ n ഈസ് ആൻ ഇൻറ്റിജർ. n എപ്പോഴും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ എക്സ് 2nπ പ്ലസ് ഓർ മൈനസ് 2π/3 ആണ്. അതിൽ n എപ്പോഴും ഇൻറ്റിജറാണ്. n ഇൻറ്റിജർ കൊടുക്കുമ്പോൾ ഈ 2nπ പ്ലസ് ഓർ മൈനസ് 2π/3 ഏത് സംഖ്യ ആയാലും കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x 0 അതുകൊണ്ട് തന്നെ ആ വാല്യൂസ് ഒരിക്കലും വരാൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് മൈനസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2nπ ± 2π/3 വേർ n ബിലോങ്സ് ടു ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ n എലമെൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറയാൻ കഴിയും. ഇനി ഇതിൽ ബി പാർട്ട് എന്ന് പറയുന്നത് എഫ് എഫ് എക്സ് ഈക്വൽ ടു ടാൻ 3x എന്ന് തെളിയിക്കുക എന്നതാണ്. എഫ് എഫ് എക്സ് ഈക്വൽ ടു ടാൻ 3x എന്ന് തെളിയിക്കുക. അതിനുവേണ്ടി ആദ്യം നമുക്ക് എഫ് എഫ് എക്സ് ഈക്വൽ ടു സൈൻ 4x പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 2x ദ ഹോൾ ഡിവൈഡ് ബൈ കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ടാൻ 3xലോട്ട് കൊണ്ടുവരണം. ടാൻ 3xലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും തന്നിട്ടുള്ള ടേംസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എഫ് എഫ് എക്സ് ഈക്വൽ ടു സൈൻ 4x പ്ലസ് സൈൻ 2x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 4x പ്ലസ് കോസ് 2x പ്ലസ് കോസ് 3x എന്ന് കിട്ടും. ഇനി ഇതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കിടക്കുന്ന ആദ്യത്തെ രണ്ട് ടേംസുകൾ മാത്രം എടുക്കുകയാണ്. ആദ്യത്തെ രണ്ട് ടേംസുകൾ മാത്രം എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ അത് സൈൻ 4x പ്ലസ് സൈൻ 2x ആണ്. സൈൻ 4x പ്ലസ് സൈൻ 2x ആണ്. ഡിനോമിനേറ്ററിൽ കോസ് 4x പ്ലസ് കോസ് 2x ആണ്. ഇനി സൈൻ 4x പ്ലസ് സൈൻ 2xനെ സൈൻ എ പ്ലസ് സൈൻ ബി എന്നുള്ള ഫോമിൽ എടുക്കണം. ഇനി സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ആണ്. അതിൽ നിന്ന് നമുക്ക് സൈൻ 4x പ്ലസ് സൈൻ 2xനെ 2 സൈൻ 4x പ്ലസ് 2x ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 4x മൈനസ് 2x ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അത് ചെയ്യുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 സൈൻ 3x ഇൻറ്റു കോസ് എക്സ് ആണ്. 2 സൈൻ 3x ഇൻറ്റു കോസ് എക്സ് ആണ്. അത് കണക്ക് തന്നെ ഡിനോമിനേറ്ററിലുള്ള കോസ് 4xനെയും കോസ് 2xനെയും നമുക്ക് കോസ് എ പ്ലസ് കോസ് ബി എന്ന് എടുക്കുമ്പോൾ 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് കിട്ടും. അതിൽ നിന്ന് കോസ് 4x പ്ലസ് കോസ് 2x ഈക്വൽ ടു 2 ഇൻറ്റു കോസ് 3x ഇൻറ്റു കോസ് എക്സ് എന്നും കിട്ടും. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് 2 സൈൻ 3x ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 2 കോസ് 3x ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് 3x എന്നുള്ള ഫോമിലാക്കി. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ 2 ടേംസ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ടേംസ് ഉണ്ട്. അതിൽ ന്യൂമറേറ്ററിൽ 2 ടേംസിലും കോമൺ ആയിട്ട് വരുന്നത് സൈൻ 3x ആണ്. അപ്പം നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് സൈൻ 3x പുറത്തെടുക്കണം. അത് കണക്ക് തന്നെ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് വരുന്നത് കോസ് 3x ആണ്. അപ്പോൾ നമ്മൾ കോസ് 3xും പുറത്തെടുക്കണം. അപ്പം ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും സൈൻ 3xും കോസ് 3xും കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ 2 കോസ് എക്സ് പ്ലസ് 1ഉം ഡിനോമിനേറ്ററിലും 2 കോസ് എക്സ് പ്ലസ് 1ഉം ആണ്. അപ്പോൾ അത് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ സൈൻ 3x ഇൻറ്റു ബ്രാക്കറ്റിൽ 2 കോസ് എക്സ് പ്ലസ് 1 എന്നും ഡിനോമിനേറ്ററിൽ കോസ് 3x ഇൻറ്റു ബ്രാക്കറ്റിൽ 2 കോസ് എക്സ് പ്ലസ് 1 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിലുള്ള 2 കോസ് എക്സ് പ്ലസ് 1 ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ചെയ്യാൻ കഴിയും. ബാക്കിയുള്ളത് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 3x ആണ്. നമുക്കറിയാം സൈൻ എ പ്ലസ് കോസ് എ എന്ന് പറഞ്ഞാൽ ടാൻ എ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് 3x ആണ്. അപ്പോൾ സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 3x ഈക്വൽ ടു ടാൻ 3x എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതാണ് ബി ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 2019 കൊമേഴ്സ് ബാച്ചിന് നൽകിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന പാഠത്തിലെ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് 25 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. അതായത് 25 ഡിഗ്രി റേഡിയനിൽ എഴുതുകയാണെങ്കിൽ അത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയനാണ്. 1 ഡിഗ്രി ഈസിക്കൽ ടു π/180 റേഡിയൻ. അപ്പോൾ 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു π/180 റേഡിയനാണ്. അപ്പോൾ 25 ഇൻറ്റു π/180 എന്ന് പറയുന്നത് 25നെയും 180നെയും 5 കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് 5ഉം 36ഉം കിട്ടും. അപ്പം 25 ഡിഗ്രി ഈസ് ഈക്വൽ ടു 5π/36 റേഡിയൻ എന്ന് കിട്ടും. 25 ഡിഗ്രി ഈസ് ഈക്വൽ ടു 5π/36 റേഡിയൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് കോസ് 5x പ്ലസ് കോസ് 3x ഡിവൈഡഡ് ബൈ സൈൻ 5x മൈനസ് സൈൻ 3x ഈക്വൽ ടു കോട്ട് എക്സ്. അപ്പം നമുക്ക് ഇവിടെ തെളിയിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ കോസ് 5x പ്ലസ് കോസ് 3x ആണ് തന്നിട്ടുള്ളത്. കോസ് 5x പ്ലസ് കോസ് 3x. കോസ് 5x പ്ലസ് കോസ് 3xനെ നമ്മൾ കോസ് എ പ്ലസ് കോസ് ബി എന്ന് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, കോസ്
എ പ്ലസ് കോസ് ബി എ ടു കോസ് എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ ടു എന്ന് എഴുതാൻ കഴിയും. ഇവിടെ എയുടെ സ്ഥാനത്ത് 5x, ബിയുടെ സ്ഥാനത്ത് 3x. അപ്പോൾ അതിൽ നിന്ന് 2 കോസ് 5x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 കോസ് 5x മൈനസ് 3x ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാൻ കഴിയും. ഡിനോമിനേറ്ററിലുള്ള സൈൻ 5x മൈനസ് സൈൻ 3xനെ നമുക്ക് സൈൻ എ മൈനസ് സൈൻ ബി എന്ന് എടുക്കാൻ കഴിയും. അതിനെ നമുക്ക് 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ അത് 2 കോസ് 5x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 5x മൈനസ് 3x ഡിവൈഡ് ബൈ 2 എന്നാവും. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് സൈൻ്റെയും കോസിൻ്റെയും ഒക്കെ ബ്രാക്കറ്റ് തന്നിട്ടുള്ള ഭാഗങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2 കോസ് 4x ഇൻറ്റു കോസ് എക്സ് ഡിവൈഡ് ബൈ 2 കോസ് 4x ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. കോസ് 4xും കോസ് 4xും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ബാക്കി വരുന്നത് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ആണ്. നമുക്കറിയാം കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് ആണെന്ന് നമുക്കറിയാം. കോസ് എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോട്ടെക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കോസ് 5x പ്ലസ് കോസ് 3x ഡിവൈഡ് ബൈ സൈൻ 5x പ്ലസ് മൈനസ് സൈൻ 3x ഈക്വൽ ടു കോട്ടെക്സ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ കോമ ബി കോമ സി ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി സൈൻ എ ഈക്വൽ ടു √3/2 ആൻഡ് സൈൻ ബി ഈക്വൽ ടു 1/√2 ഫൈൻഡ് എ ഈസ് ടു ബി. ഇവിടെ ഒരു ട്രയാങ്കിൾ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് എ കോമ ബി കോമ സി എന്ന് എടുക്കുകയും അതിലെ ആംഗിൾസ് ക്യാപിറ്റൽ എ കോമ ക്യാപിറ്റൽ ബി കോമ ക്യാപിറ്റൽ സി എന്ന് എടുക്കുകയാണെങ്കിൽ സൈൻ ക്യാപിറ്റൽ എ ഈക്വൽ ടു √3/2 എന്നും സൈൻ ക്യാപിറ്റൽ ബി ഈക്വൽ ടു 1/√2 എന്നും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എ ഈസ് ടു ബി, സ്മോൾ ലെറ്റർ എ ഈസ് ടു ബി അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സൈഡും അതിന് ഓപ്പോസിറ്റുള്ള ആയിട്ടുള്ള ആംഗിളും എടുക്കുകയാണെങ്കിൽ, ഒരു സൈഡ് അതിന് ഓപ്പോസിറ്റുള്ള ആംഗിളും എടുക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞിട്ടുള്ളത്. എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഇനി അതിൽ നിന്ന് നമുക്ക് എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി മാത്രം എടുക്കുക. ഇതിൽ നമുക്ക് സൈൻ എയും സൈൻ ബിയും എത്രയാണെന്ന് അറിയാം. അപ്പോൾ ആ വാല്യൂസ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എ ബൈ √3/2 ഈക്വൽ ടു ബി ബൈ 1/√2 എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ബി ലെഫ്റ്റ് സൈഡിലും വരും, ലെഫ്റ്റ് സൈഡിലുള്ള √3/2 റൈറ്റ് സൈഡിലോട്ടും പോകും. അപ്പം നമുക്ക് എ ബൈ ബി ഈസ് ഈക്വൽ ടു √3/2 ഡിവൈഡഡ് ബൈ 1/√2 എന്ന് കിട്ടും. അതിൽ നിന്ന് ഡിനോമിനേറ്ററിലുള്ള സംഖ്യ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്ന് വിൽക്രമം എടുത്ത് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അതാണ് ഭാഗിക്കുന്നതിന് അർത്ഥം. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഭാഗിക്കണമെങ്കിൽ അത് രണ്ടാമത്തെ സംഖ്യ ഇവിടെ വിൽക്രമം എടുത്ത് ഗുണിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ √3/2 ഇൻറ്റു √2 ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടും. അതിൽ നമുക്ക് വേണമെങ്കിൽ 2ഉം √2ഉം ക്യാൻസൽ ചെയ്യാം. 2ഉം √2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ അപ്പോൾ √3 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. എ ബൈ ബി ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. അതിൽ നിന്ന് ദെയർഫോർ എ ഈസ് ടു ബി ഈക്വൽ ടു √3 ഈസ് ടു √2 എന്ന് എഴുതാൻ കഴിയും. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 2019 മാർച്ചിൽ സയൻസ് ബാച്ചിന് നൽകിയ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനിൽ നിന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന പാഠത്തിലെ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ sin x പ്ലസ് sin 3x പ്ലസ് sin 5x ഈക്വൽ ടു 0. അപ്പം ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം sin 3x പ്ലസ് sin 5x പ്ലസ് sin എക്സിനെ വേണമെങ്കിൽ അവസാനത്തെ രണ്ട് ടേംസായ sin 5x പ്ലസ് sin x അതിനെ നമുക്ക് sin a പ്ലസ് sin b എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ചേഞ്ച് വരും. ഈ ഇക്വേഷൻ ചേഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ sin 5x പ്ലസ് sin എക്സിനെ sin a പ്ലസ് sin b എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 sin a പ്ലസ് b ബൈ 2 ഇൻറ്റു കോസ് a മൈനസ് b ബൈ 2 എന്നാവും. അപ്പോൾ sin 3x പ്ലസ് sin 5x പ്ലസ് sin x ഈക്വൽ ടു sin 3x പ്ലസ് 2 sin 5x പ്ലസ് x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 5x മൈനസ് x ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് sin 3x പ്ലസ് sin 5x പ്ലസ് sin x ഈക്വൽ ടു sin 3x
പ്ലസ് 2 സൈൻ 3x ഇൻറ്റു കോസ് 2x എന്ന് കിട്ടും. ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് സൈൻ 3x കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ കഴിയുക. അപ്പോൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ സൈൻ 3x ഇൻറ്റു 1 പ്ലസ് 2 കോസ് 2x എന്ന് കിട്ടും. അപ്പോൾ സൈൻ 3x പ്ലസ് സൈൻ 5x പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 3x ഇൻറ്റു 1 പ്ലസ് 2 കോസ് 2x എന്ന് കിട്ടി. സൈൻ 3x ഇൻറ്റു 1 പ്ലസ് 2 കോസ് 2x എന്ന് കിട്ടി. അപ്പോൾ നമുക്കിത് 0 എന്ന് കൊടുക്കാൻ കഴിയും. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇത് 0 എന്ന് കൊടുക്കാൻ കഴിയും. അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സൈൻ 3x ഇൻറ്റു 1 പ്ലസ് 2 കോസ് 2x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവിടെ രണ്ട് ടേംസ് തമ്മിൽ ഗുണിച്ചിരിക്കുകയാണ്. ഈ രണ്ട് ടേംസ് ഗുണിക്കുമ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരു ടേം 0 ആവുകയാണെങ്കിലും രണ്ട് ടേംസും 0 പോകും. കാരണം 0 കൊണ്ട് ഏത് ടേമിനെ ഗുണിച്ചാലും 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ 3x 0 ആകുമ്പോഴുള്ള കണ്ടീഷൻ നോക്കാം. സൈൻ 3x 0 ആകുമ്പോൾ 3x ഈക്വൽ ടു 0, പൈ, 2π അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് വരുന്നത്. അതിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ പൈ ആണ്. 3x ഈക്വൽ ടു 0 അല്ലെങ്കിൽ പൈ ആണ്. ഇനി ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൈൻ എ ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ എ ഈക്വൽ ടു എൻ പൈ ആണെന്ന് നമുക്കറിയാം. സൈൻ എ ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ എ ഈക്വൽ ടു എൻ പൈ ആണെന്ന് നമുക്കറിയാം. ഇവിടെ എയുടെ സ്ഥാനത്ത് വരുന്നത് 3x ആയതുകൊണ്ട് തന്നെ 3x ഈക്വൽ ടു എൻ പൈ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതിൽ നിന്ന് x ഈക്വൽ ടു എൻ പൈ ബൈ 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ ടേംസ്, അതായത് 1 പ്ലസ് 2 കോസ് 2x എന്ന് പറയുന്നത് 0 ആകുമ്പോൾ 1 പ്ലസ് 2 കോസ് 2x ഈക്വൽ ടു 0 ആകുമ്പോൾ 2 കോസ് 2x ഈക്വൽ ടു -1 ആവും. കോസ് 2x ഈക്വൽ ടു -1/2 ആവും. നമുക്കറിയാം കോസ് എ ഈക്വൽ ടു -1/2 കിട്ടണമെങ്കിൽ അത് ആദ്യത്തെ 4 ക്വാഡ്രൻറ്റിൽ ഒന്നുകിൽ 2π/3 ആയിരിക്കണം, അല്ലെങ്കിൽ 4π/3 ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 2π/3 ആയിരിക്കണം, അല്ലെങ്കിൽ 4π/3 ആയിരിക്കണം. ഇവിടെ എ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 2x ഈക്വൽ ടു 2π/3 4π/3 ആയിരിക്കണം. ഇനി നമ്മുടെ റിയൽ നമ്പർ ലൈനിൽ നോക്കുകയാണെങ്കിൽ വേറെ പോയിൻറ്റ്സും വരും. 2π/3 വരും, 4π/3 വരും, 8π/3 വരും, 10π/3 വരും, അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ നമ്മളിത് കോമൺ ആയിട്ട് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ 2x ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് 2π/3 എന്ന് എഴുതാൻ കഴിയും. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 2x ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് 2π/3 എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് x ഈക്വൽ ടു nπ പ്ലസ് ഓർ മൈനസ് π/3 എന്ന് എഴുതാൻ കഴിയും. എക്സ് ലെഫ്റ്റ് സൈഡിൽ ഗുണിച്ചിട്ടുള്ള 2 റൈറ്റ് സൈഡിൽ വരുമ്പോൾ 5ക്കും. അപ്പോൾ 2nπ എന്നുള്ളത് nπ ആവും, 2π/3 എന്നുള്ളത് π/3 ആവും. ഇപ്പോൾ x ഈക്വൽ ടു nπ പ്ലസ് ഓർ മൈനസ് π/3. ഇവിടെയും n ഈക്വൽ ടു ഒരു ഇൻറ്റിജർ ആണ്. n എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ nπ/3 അല്ലെങ്കിൽ nπ പ്ലസ് ഓർ മൈനസ് π/3 വേർ n ഈക്വൽ ടു ഒരു ഇൻറ്റിജർ, n ബിലോങ്സ് ടു z എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75. സൈൻ 75ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈൻ 75 ഈക്വൽ ടു സൈൻ 30 പ്ലസ് 45. ഇവിടെ സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് സൈൻ 75 കിടക്കുന്നത്. സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ സൈൻ 30 പ്ലസ് 45 ഈസ് ഈക്വൽ ടു സൈൻ 30 ഇൻറ്റു കോസ് 45 പ്ലസ് കോസ് 30 ഇൻറ്റു സൈൻ 45 എന്ന് എഴുതാൻ കഴിയും. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അത് കണക്ക് കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൈൻ 45 എന്ന് പറഞ്ഞാലും 1/√2 ആണ്. ഇനി നമ്മൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 1/2 ഇൻറ്റു 1/√2 എന്നുള്ളത് 1/2√2 എന്ന് കിട്ടും. √3/2 ഇൻറ്റു 1/√2 എന്നുള്ളത് √3/2√2 എന്ന് കിട്ടും. ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുകയാണ്. അതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയിട്ട് ഡിനോമിനേറ്റർ അതേപോലെ എഴുതിയാൽ മതി. അപ്പം സൈൻ 30 പ്ലസ് 45 ഈക്വൽ ടു 1 പ്ലസ് √3/2√2 എന്ന് കിട്ടും. അതായത് സൈൻ 75 ഈക്വൽ ടു 1 പ്ലസ് √3/2√2 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫിഗർ ഷോസ് ട്രയാങ്കിൾ എ ബി സി വിത്ത് സൈഡ്സ് എ സി ഈക്വൽ ടു 4√2 യൂണിറ്റ്സ് inscribed in a circle of radius 4 units. Length of the arc BDC is 10π/3 units. എന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ അകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ സി എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ആംഗിൾ എ ഇൻ ഡിഗ്രി മെഷർ. ആംഗിൾ എ ഡിഗ്രി മെഷറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി
സൈഡ്സ് എ ബി ആൻഡ് ബി സി. എ ബിയുടെയും ബി സിയുടെയും സൈഡിൻ എന്ന് പറയുന്ന രണ്ട് സൈഡിൻ്റെ നീളം എത്രയാണെന്ന് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ഇടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺ എ കണ്ടുപിടിക്കുക എന്നാണ്. കോൺ എ കണ്ടുപിടിക്കുക, ആംഗിൾ എ കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിനിവിടെ നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് ബി ഡി സി ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ആർക്ക് ബി ഡി സി ഇവിടെ തന്നിട്ടുണ്ട്. അത് 10π/3 ആണ്. 10π/3 ആണ്. അതേ കണക്ക് തന്നെ ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് 4 യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണെന്നറിയാം. അപ്പം ഒ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ എങ്കിൽ നമുക്ക് ബി ഒ ഒ സി ഇങ്ങനെ രണ്ട് വരയ്ക്കാൻ കഴിയും, 2 റേഡിയസ് വരയ്ക്കാൻ കഴിയും. അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ആംഗിൾ ബി ഒ സി കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ആംഗിൾ ബി ഒ സി കണ്ടുപിടിക്കാം. ഒരു ആംഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ആർക്ക് ബി ഡി സി എത്രയാണെന്ന് നമുക്കറിയാം, 10π/3. റേഡിയസ് എത്രയാണെന്ന് അറിയാം, 4 യൂണിറ്റ്. അപ്പം നമ്മൾ കോൺ ബി ഒ സി കണ്ടുപിടിക്കുമ്പോൾ 10π/3 / 4 എന്ന് കിട്ടും. അത് 5π/6 റേഡിയൻ ആണ്, അല്ലെങ്കിൽ 150 ഡിഗ്രിയാണ്. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് കോൺ എ കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ കോമൺ ആയിട്ടുള്ള 2 പോയിന്റിൽ നിന്ന് സെൻറ്ററിലോട്ട് 2 ലൈൻ വരയ്ക്കുകയും സെൻറ്ററിലോട്ട് ഒരു കോൺ വരയ്ക്കുകയും ആംഗിൾ വരയ്ക്കുക. അത് കഴിഞ്ഞ് ആ സെയിം പോയിന്റിൽ നിന്ന് തന്നെ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കൂടി ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സെൻറ്ററിൽ വരച്ച ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഈ സർക്കിളിൽ വരച്ച ആംഗിളിൻ്റെ അളവ്. അപ്പം ഇവിടെ നമുക്ക് സെൻറ്ററിൽ വരച്ച ആംഗിളിൻ്റെ അളവ് അറിയാം, 150 ഡിഗ്രി അല്ലെങ്കിൽ 5π/6 റേഡിയനാണ്. അപ്പോൾ നമുക്ക് സർക്കിളിൽ വരച്ച ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ആ സർക്കിളിൽ വരച്ച ആംഗിൾ എന്ന് പറയുന്നത് കോൺ എ ആണ്. അപ്പോൾ കോൺ എ ഈക്വൽ ടു കോൺ ബി ഒ സി ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. കോൺ ബി ഒ സി ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അത് 5π/6 ഡിവൈഡ് ബൈ 2 ആണ്. 5π/6 ഡിവൈഡ് ബൈ 2 ആണ്. 5π/12 റേഡിയൻ ആണ്, അല്ലെങ്കിൽ 75 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കോൺ എ എന്ന് പറയുന്ന ആംഗിളും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ടിലോട്ട് കിടക്കാം. എ സി ഇവിടെ തന്നിട്ടുണ്ട്. എ ബിയും ബി സിയും കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ബിയും ബി സിയും കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി പാർട്ട്. അപ്പോൾ കോൺ എ ഈക്വൽ ടു 75 ഡിഗ്രി എന്ന് കിട്ടി. കോൺ സി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോൺ ബി എന്ന് പറയുന്നത് 180 - 60 + 75 ആയിരിക്കും. അത് 180 - 135 ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി നമുക്കറിയാം, വി നോ ദാറ്റ് AB/sin C ഈക്വൽ ടു BC/sin A ഈക്വൽ ടു AC/sin B എന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൽ നിന്ന് നമുക്ക് AB/sin C ഈക്വൽ ടു AC/sin B മാത്രം എടുക്കുകയാണ്. ഇതിൽ നമുക്ക് AB എത്രയാണെന്ന് അറിയില്ല, പക്ഷെ സൈൻ സി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയാം. 60 ആണ് സി. കോൺ സി എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ സൈൻ സി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അത് കണക്ക് തന്നെ എ സി എത്രയാണെന്ന് അറിയാം. AC 4√2 ആണ്. അതേ കണക്ക് തന്നെ സൈൻ ബി എന്ന ആംഗിൾ നമുക്കറിയാം 45 ആണ്. അതിൽ നിന്ന് സൈൻ ബിയും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം നമുക്ക് AB/sin 60 ഈക്വൽ ടു 4√2/sin 45 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് AB ഈക്വൽ ടു 4√2 × sin 60 / sin 45 എന്ന് എഴുതാൻ കഴിയും. ഇനി നമുക്കറിയാം sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. sin 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പം നമുക്ക് കിട്ടുന്നത് 4√2 × √3 /2 /1/√2 എന്ന് വരും. ഇനി 1/√2 ന്യൂമറേറ്ററിൽ അല്ലെങ്കിൽ 1/√2 ഭാഗിച്ചിരിക്കുന്നത് ഇനി വ്യുൽക്രമം കൊണ്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അപ്പം 4√2 × √3 /2 × √2 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ 4√2 × √3 × √2 /2 എന്ന് കിട്ടും. ഇനി മുകളിൽ 2 √2 ഉണ്ട്. ആ 2 √2 കൂടെ ഗുണിക്കുമ്പോൾ 2 ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. ആ 2 2 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി കിട്ടുന്നത് 4√3 എന്ന് കിട്ടും. 4√3 എന്ന് കിട്ടും. നമുക്ക് AB ഈക്വൽ ടു 4√3 എന്ന് കിട്ടി. AB ഈക്വൽ ടു 4√3 എന്ന് കിട്ടി. ഇനി നമുക്ക് BC കണ്ടുപിടിക്കണം. BC കണ്ടുപിടിക്കുന്നതിന് നമുക്ക് വേണ്ടി BC/sin A ഈക്വൽ ടു AC/sin B എന്നുള്ള ഇക്വേഷൻ മാത്രം എടുക്കുകയാണ്. BC/sin A ഈക്വൽ ടു AC/sin B.
ഇതിൽ ബി സി നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എ എന്ന് പറയുന്ന ആംഗിൾ അറിയാം, 75 ആണെന്ന് അറിയാം. അപ്പോൾ സൈൻ 75 നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എ സി എത്രയാണെന്നറിയാം, 4√2 ആണെന്നറിയാം. അതേപോലെ തന്നെ സൈൻ ബി എന്ന് പറയുന്ന ആംഗിളൂടെ 45 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സൈൻ 45 നമുക്ക് കണ്ടുപിടിക്കാൻ, സൈൻ ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ബി സി ബൈ സൈൻ എ ഈക്വൽ ടു എ സി ബൈ സൈൻ ബി നമുക്കറിയാം. അതിൽ നിന്ന് ബി സി ബൈ സൈൻ 75 ഈക്വൽ ടു 4√2 ബൈ സൈൻ 45 എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് ബി സി ഈക്വൽ ടു 4√2 ഇൻറ്റു സൈൻ 75 ഡിവൈഡ് ബൈ സൈൻ 45 എന്ന് എഴുതാൻ കഴിയും. നമുക്കറിയാം സൈൻ 75 മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ √3 + 1 ഡിവൈഡ് ബൈ 2√2 ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് 4√2 ഇൻറ്റു √3 + 1 ഡിവൈഡ് ബൈ 2√2 ദ ഹോൾ ഡിവൈഡ് ബൈ 1/√2 എന്ന് കിട്ടും. ഇനി നമുക്ക് 4√2 ഇൻറ്റു √3 + 1 ഇൻറ്റു √2 ഡിവൈഡ് ബൈ 2√2 എന്ന് എഴുതാൻ കഴിയും. കാരണം എന്ന് പറയുന്നത് ഈ ന്യൂമറേറ്ററിലുള്ള 1/√2ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മുകളിൽ ഗുണിക്കണം. അതാണ് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഹരിക്കാനുള്ള രീതി. അപ്പോൾ ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് 4√2 ഇൻറ്റു √3 + 1 ഡിവൈഡ് ബൈ 2√2 ഡിവൈഡ് ബൈ 1/√2 ആയിരുന്നു. ആ 1/√2 മുകളിൽ വരുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. ഹരിക്കുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. ഇനി ഇവിടെ 2√2 ഉണ്ട്. ആ 2√2 ക്യാൻസൽ ചെയ്ത് പോകും. മുകളിലും താഴെ 2√2 ഉണ്ട്. അത് കണക്ക് തന്നെ ഒരു 4ഉം 2ഉം ഉണ്ട്. ആ 4ലും 2ൽ നിന്ന് നമുക്കൊരു 2ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. ബാക്കി വരുന്നത് 2√2 ഇൻറ്റു ബ്രാക്കറ്റിൽ √3 + 1 ആണ്. 2√2 ഇൻറ്റു √3 + 1 ആണ്. അപ്പോൾ നമുക്ക് ബി സി ഈക്വൽ ടു 2√2 ഇൻറ്റു √3 + 1 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് എ സി കിട്ടി. എ സി 4√2 യൂണിറ്റ് ആണ്. എ ബി എന്ന് പറയുന്നത് 4√3 യൂണിറ്റ് ആണ്. ബി സി എന്ന് പറയുന്നത് 2√2 ഇൻറ്റു √3 + 1 ആണ്. അപ്പോൾ നമ്മൾ ബി ക്വസ്റ്റ്യന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുകയാണ്. നമുക്കിനി 2019 മാർച്ചിൽ കൊമേഴ്സ് ബാച്ചിന് നൽകിയ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് 2π/3 റേഡിയൻ ഇൻറ്റു ഡിഗ്രി മെഷർ. 2π/3 റേഡിയൻസ് ഡിഗ്രി മെഷറിൽ എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 റേഡിയൻ ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ പൈ ഡിഗ്രി ആണെന്നറിയാം. 1 റേഡിയൻ ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ പൈ ഡിഗ്രി. അതുകൊണ്ടങ്ങനെ 2π/3 റേഡിയൻ അപ്പോൾ ഈക്വൽ ടു 2π/3 ഇൻറ്റു 180 ഡിവൈഡ് ബൈ പൈ ഡിഗ്രി. അപ്പം പൈയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് 2 ഇൻറ്റു 180 ഡിവൈഡ് ബൈ 3 അല്ലെങ്കിൽ 360/3 ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടും. 360 ഡിവൈഡ് ബൈ 3 എന്നുള്ളത് 120 ഡിഗ്രിയാണ്. അപ്പോൾ 2π/3 റേഡിയൻ ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് സൈൻ 7x + സൈൻ 3x ഡിവൈഡ് ബൈ കോസ് 7x + കോസ് 3x ഈക്വൽ ടു ടാൻ 5x. അതാണ് ന്യൂമറേറ്ററിലുള്ള സൈൻ 7x + സൈൻ 3xനെ സൈൻ എ + സൈൻ ബി എന്നെടുത്താൽ അതിനെ 2 സൈൻ 7x + 3x ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 7x - 3x ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാൻ കഴിയും. കാരണം സൈൻ എ + സൈൻ ബി എന്ന് പറഞ്ഞാൽ 2 സൈൻ എ + ബി ബൈ 2 ഇൻറ്റു കോസ് എ - ബി ബൈ 2 ആണ്. അത് കണക്ക് തന്നെ ഡിനോമിനേറ്ററിലുള്ള കോസ് 7x + കോസ് 3xനെ കോസ് എ + കോസ് ബി എന്നെടുത്താൽ അതിനെ 2 കോസ് 7x + 3x ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 7x - 3x ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാൻ കഴിയും. കാരണം കോസ് എ + കോസ് ബി എന്ന് പറഞ്ഞാൽ 2 കോസ് എ + ബി ബൈ 2 ഇൻറ്റു കോസ് എ - ബി ബൈ 2 ആണ്. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള ഒരു 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അത് കണക്ക് തന്നെ കോസ് 7x - 3x ഡിവൈഡ് ബൈ 2ഉം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. ബാക്കിയുള്ളത് സൈൻ 7x + 3x ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ സൈൻ 10x ഡിവൈഡ് ബൈ 2ഉം ഡിനോമിനേറ്ററിൽ കോസ് 7x + 3x ബൈ 2 അല്ലെങ്കിൽ കോസ് 10x ബൈ 2 ആണ്. ഇനി സൈൻ 10x ബൈ 2 ഈക്വൽ ടു സൈൻ 5x ആണ്. കോസ് 10x ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് കോസ് 5x ആണ്. അപ്പോൾ സൈൻ 5x ഡിവൈഡ് ബൈ കോസ് 5x ഈക്വൽ ടു ടാൻ 5x എന്ന് കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ x ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ x. നമുക്കറിയാം ടാൻ 3xനെ നമുക്ക് ടാൻ 2x + x എന്ന് എടുക്കാം. അതിപ്പോൾ ടാൻ a + b എന്നുള്ള ഫോമിലാണ്. അതിനെ നമുക്ക് ടാൻ a + ടാൻ b ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ a ടാൻ b എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ടാൻ 2x + x അല്ലെങ്കിൽ ടാൻ 3x ഈക്വൽ ടു ടാൻ 2x + ടാൻ x ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ 2x ഇൻറ്റു ടാൻ x എന്ന് എഴുതാൻ കഴിയും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിലുള്ള 1 മൈനസ് ടാൻ 2x ഇൻറ്റു ടാൻ x റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ
tan 3x into 1 minus tan 2x tan x is equal to tan 2x plus tan x എന്ന് കിട്ടും. ഇനി tan 3x ബ്രാക്കറ്റിൻ്റെ അകത്ത് കയറ്റി ഗുണിക്കുമ്പോൾ tan 3x minus tan 3x into tan 2x into tan x equal to tan 2x plus tan x എന്ന് കിട്ടും. ഇനി നമ്മൾ tan 3x ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മൈനസ് ഓഫ് tan 3x into tan 2x into tan x equal to മൈനസ് tan 3x plus tan 2x plus tan x എന്ന് കിട്ടും. ഇനി സമത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അത് tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x എന്ന് കിട്ടും. അതാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പ്രൂവ് കഴിഞ്ഞു. ഹെൻസ് പ്രൂവ്ഡ് tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2019 സയൻസ് ബാച്ചിന് നൽകിയ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് മാത്സ് ക്വസ്റ്റ്യനിൽ നിന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന പാഠത്തിലെ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x ഈക്വൽ ടു സൈൻ 12x ഇൻറ്റു സൈൻ 4x. ഈ സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4xനെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x ഈക്വൽ ടു സൈൻ 8x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 8x മൈനസ് സൈൻ 4x എന്ന് എഴുതാൻ കഴിയും. ഇനി സൈൻ 8x പ്ലസ് സൈൻ 4xനെ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 2 സൈൻ 8x പ്ലസ് 4x ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 8x മൈനസ് 4x ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാൻ കഴിയും. കാരണം സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ആണ്. അത് കണക്കിന് സൈൻ 8x മൈനസ് സൈൻ 4xനെ നമ്മൾ സൈൻ എ മൈനസ് സൈൻ ബി എന്ന് എടുക്കുകയാണെങ്കിൽ അത് 2 കോസ് 8x പ്ലസ് 4x ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ 8x മൈനസ് 4x ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാൻ കഴിയും. കാരണം സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 ആണ്. ഇനി ഇതിൽ നിന്ന് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8x പ്ലസ് 4x ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 12x ബൈ 2 ഈക്വൽ ടു 6x എന്ന് കിട്ടും. അത് കണക്കിന് 8x മൈനസ് 4x ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 8x മൈനസ് 4x ഈക്വൽ ടു 4x ഡിവൈഡ് ബൈ 2x എന്ന് കിട്ടും. അപ്പോൾ ഇത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x ഈക്വൽ ടു 2 സൈൻ 6x കോസ് 2x ഇൻറ്റു 2 കോസ് 6x ഇൻറ്റു സൈൻ 2x എന്ന് എഴുതാൻ കഴിയും. ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇത് നമുക്ക് 2 സൈൻ 6x ഇൻറ്റു കോസ് 6x ഇൻറ്റു 2 സൈൻ 2x ഇൻറ്റു കോസ് 2x എന്ന് എഴുതാൻ കഴിയും. ഇതിൽ 6x നെ നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 2 സൈൻ എ ഇൻറ്റു കോസ് എ എന്നായി. 2 സൈൻ എ കോസ് എ എന്നായി. 2 സൈൻ എ കോസ് എ എന്ന് പറഞ്ഞാൽ സൈൻ 2a ആണ്. അപ്പം 2 സൈൻ 6x ഇൻറ്റു കോസ് 6x ഈക്വൽ ടു സൈൻ 12x എന്ന് എഴുതാൻ കഴിയും. അത് കണക്കിന് 2 സൈൻ 2x ഇൻറ്റു കോസ് 2xനെ നമുക്ക് സൈൻ 4x എന്നും എഴുതാൻ കഴിയും. അപ്പോൾ സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x ഈക്വൽ ടു സൈൻ 12x ഇൻറ്റു സൈൻ 4x എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ജനറൽ ആൻഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സൈൻ എക്സ് ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ 2. √3 ഡിവൈഡ് ബൈ 2 സൈൻ എക്സ് ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ 2ൻ്റെ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം സൈൻ എക്സ് ഈക്വൽ ടു √3 ബൈ 2 വരണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ എക്സിൻ്റെ വാല്യൂ സൈൻ എക്സ് √3 ബൈ 2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ പൈ ബൈ 3 ആയിരിക്കണം, അല്ലെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കണം. സൈൻ 60 അല്ലെങ്കിൽ സൈൻ പൈ ബൈ 3 ഈക്വൽ ടു നമുക്ക് √3 ബൈ 2 ആണെന്നറിയാം. പക്ഷേ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്വാഡ്രൻറ്റിലുള്ളത് മാത്രമല്ല ബാക്കി 3 ക്വാഡ്രൻറ്റിലും ആദ്യത്തെ 4 ക്വാഡ്രൻറ്റിലും ഏതെങ്കിലും 2 പോയിൻറ്റുകൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. സൈൻ എക്സ് ഈക്വൽ ടു √3 ബൈ 2 എന്ന് വരാൻ സാധ്യതയുണ്ട്. ഇനി സൈൻ പോസിറ്റീവ് ആവുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിലുമാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിലുമാണ് സൈൻ പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും
നമുക്ക് സൈൻ എക്സ് √3/2 ആവുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ x = π/3 അല്ലെങ്കിൽ π-π/3. π-π/3 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള പോയിൻ്റാണ്. അപ്പോൾ π-π/3 എന്ന് പറഞ്ഞാൽ 2π/3. അപ്പോൾ എക്സിന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = π/3 അല്ലെങ്കിൽ 2π/3 ആണ്. ഇപ്പോൾ നമുക്കറിയാം സൈൻ എക്സ് sin π/3 എന്ന് നമുക്ക് കിട്ടി. അതായത് സൈൻ എക്സ് √3/2 ആയതുകൊണ്ടാണ് സൈൻ എക്സ് sin π/3 എന്ന് ഞാൻ പറയുന്നത്. സൈൻ എക്സ് sin π/3. അപ്പോൾ ഇവിടെ സൈൻ എക്സ് sin y എന്നുള്ള ഫോമിൽ ആണ് അത് നമുക്ക് എഴുതാൻ കഴിയുന്നത്. സൈൻ എക്സ് sin y, അതിൽ y π/3. ഇനി നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സൈൻ എക്സ് sin y എന്ന് കിട്ടുകയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = nπ + -1/n × y ആണ്. ഇവിടെ y-യുടെ സ്ഥാനത്തുള്ളത് π/3 ആണ്. അപ്പോൾ x = nπ + -1/n × π/3 ആണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ x = nπ + -1/n × π/3 ആണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് π/3 × 2π/3. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = nπ + -1/n × π/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ എനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് a + b / c = cos a - b/2 / sin c/2. അപ്പം നമുക്ക് a + b/c = cos a - b/2 / sin c/2 എന്ന് തെളിയിക്കണം. അപ്പം നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ട്രയാങ്കിളിന് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ സി എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് സ്മോൾ ലെറ്റർ സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് a + b/c = cos a - b/2 × sin c/2 എന്ന് തെളിയിക്കണം. ആദ്യം നമുക്ക് ഹിയർ a/sin a = b/sin b = c/sin c = k എന്ന് എടുക്കാം. കാരണം ഈ ആദ്യം പറഞ്ഞ a/sin a = b/sin b = c/sin c എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ അത് = ഞാൻ k എന്ന് കൊടുക്കുകയാണ്, വേർ k is a കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് a/sin a = k എന്ന് കിട്ടും. അത് കണക്ക് തന്നെ b/sin b = k എന്ന് എഴുതാം, c/sin c = വേണമെങ്കിലും k എന്ന് എഴുതാം. അതിൽ നിന്ന് സ്മോൾ ലെറ്റർ a = k sin a എന്ന് എഴുതാൻ കഴിയും. സിമിലർലി b = k sin b, c = k sin c, c = k sin c എന്ന് എഴുതാൻ കഴിയും. ഇതിൽ നിന്ന് a + b/c = k sin a + k sin b / k sin c എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് രണ്ടും ആദ്യത്തെ ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേംസിൽ നിന്ന് k പുറത്തെടുക്കാൻ കഴിയും. അപ്പോൾ അതിനെ നമുക്ക് k × sin a + sin b / k sin c എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് kയും ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. ഇനി ഇവിടെ sin a + sin b / c എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് sin a + sin b വേണമെങ്കിൽ 2 × sin a + b/2 × cos a - b/2 എന്ന് എഴുതാൻ കഴിയും. അത് കണക്ക് തന്നെ sin ca 2 sin c/2 × cos c/2 എന്ന് എഴുതാൻ കഴിയും. 2 sin c/2 × cos c/2 എന്ന് എഴുതാൻ കഴിയും. കാരണം sin c എന്ന് പറയുന്നത് sin 2 × c/2 ആണ്. sin 2x എന്നുള്ള ഫോമിലാണ്. അപ്പോൾ 2 sin x cos x എന്ന് എഴുതാൻ കഴിയും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് c/2. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 sin a + b/2 × cos a - b/2 / 2 sin c/2 × cos c/2. ഇവിടെ നമുക്ക് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ നിന്നും 2 ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അതേ കണക്ക് തന്നെ ഇനി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാനുള്ളത് sin a + b/2 cos c/2 ആണ്. sin a + b/2 cos c/2 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അപ്പോൾ cos a - b/2 / sin c/2 എന്ന് കിട്ടും. ഇനി sin a + b/2 cos c/2 എങ്ങനെയാണ് ഈക്വൽ ആയതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ആംഗിൾസിൻ്റെ എല്ലാം കൂടെ ഇതെന്ന് പറയുന്നത് ആംഗിൾസിൻ്റെ എല്ലാം തുകയെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ a + b + c = 180 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഇനി സമത്തിന് അപ്പുറത്തും ഇപ്പുറത്തും 2 കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ a + b + c/2 = 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതിൽ നിന്ന് a + b/2 = 90 - c/2 എന്ന് എഴുതാൻ കഴിയും. ഇനി 2 സമത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് സൈൻ ഫംഗ്ഷൻ കൊണ്ട്
ഇത് ചെയ്യുകയാണെങ്കിൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ sin a പ്ലസ് b/2 ഈക്വൽ ടു sin 90 - c/2 എന്ന് കിട്ടും. അപ്പോൾ sin 90 - c/2 എന്ന് പറയുന്നത് sin 90 - x എന്നുള്ള ഫോമിലാണ്. അപ്പോൾ sin 90 - x എന്നുള്ളത് cos x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ sin a പ്ലസ് b/2 ഈക്വൽ ടു cos c/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുകയാണ് sin a പ്ലസ് b/2ഉം cos c/2ഉം ഈക്വൽ ആണെന്ന് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ sin a പ്ലസ് b/2ഉം cos c/2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ബാക്കി നമുക്ക് കിട്ടിയത് cos a - b/2 ഡിവൈഡ് ബൈ sin c/2 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാൻ കഴിയും a പ്ലസ് b/c ഈക്വൽ ടു cos a - b/2 ഡിവൈഡ് ബൈ sin c/2 ആണെന്ന് എഴുതാൻ കഴിയും. ഇനി നമുക്ക് 2019 കൊമേഴ്സ് ബാച്ചിന് നൽകിയ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനിൽ നിന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന പാഠത്തിലെ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു 22.5 ഡിഗ്രി ഈസ്. ഓപ്ഷൻസ് ഉണ്ട്: എ π/8, ബി π/6, സി π/4, ഡി π/12. അപ്പോൾ നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. അപ്പോൾ 22.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 22.5 ഇൻറ്റു π/180 ആണ്. ഇനി 22.5 അല്ലെങ്കിൽ 22.5 ഡിഗ്രിയെ നമുക്ക് 45/2 എന്ന് എഴുതാം. അപ്പോൾ 45/2 ഇൻറ്റു π/180 എന്ന് കിട്ടും. അപ്പോൾ 45 180യുടെ ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ 45ൻ്റെ സ്ഥാനത്ത് 1 എന്നും 180യുടെ സ്ഥാനത്ത് 4 എന്നും കിട്ടും. അപ്പോൾ π/2 ഇൻറ്റു 4 എന്ന് കിട്ടും. അപ്പോൾ π/2 ഇൻറ്റു 4 എന്ന് പറയുന്നത് π/8 റേഡിയനാണ്. അപ്പോൾ 22.5 ഡിഗ്രിക്ക് ഈക്വാലൻ്റ് ആയിട്ടുള്ള റേഡിയൻ മെഷർ എന്ന് പറയുന്നത് π/8 റേഡിയനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം, π/8 റേഡിയൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. 2019 മാർച്ചിൽ സയൻസ് ബാച്ചിന് നൽകിയ മാത്സ് ക്വസ്റ്റ്യനിൽ നിന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ 3 ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്തപ്പോൾ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് cos 5x പ്ലസ് cos 3x ഡിവൈഡ് ബൈ sin 5x മൈനസ് sin 3x ഈക്വൽ ടു cot x. ഈ ക്വസ്റ്റ്യന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 2019 കൊമേഴ്സിന് നൽകിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചർച്ച ചെയ്ത് കഴിഞ്ഞു.